നടക്കും ചെവി ചെവി. ഞാൻ രോഹിൽനാഥ്, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ സീസൺ 3 പാണ്ടിക്കാട് മഹോത്സവം സംഘടിപ്പിച്ച വേദിയിലാണ്. നമുക്കറിയാം, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പരിരക്ഷാ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് പാണ്ടിക്കാട് മഹോത്സവം എന്നത്. ഒന്നാം പാണ്ടിക്കാട് മഹോത്സവം സംഘടിപ്പിച്ചപ്പോൾ പരിരക്ഷയ്ക്ക് ഒരു വാഹനം നമുക്ക് വാങ്ങിക്കൊടുക്കാൻ വലിയ രീതിയിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ പരിരക്ഷയുടെ യൂണിറ്റുകളുള്ളൂ. പക്ഷെ അതിൽ വ്യത്യസ്തമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ 3ാമത്തെ പരിരക്ഷാ യൂണിറ്റ് ആരംഭിക്കുന്ന പഞ്ചായത്തായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മാറുകയാണ്. ആ മാറുന്ന പദ്ധതിക്ക് വേണ്ടി വീണ്ടും വാഹനം വാങ്ങിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പരിരക്ഷയുടെ ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് ഈ പാണ്ടിക്കാട് മഹോത്സവം ആസ്വദിക്കുകയും അതോടൊപ്പം തന്നെ വരുമാനം ഉണ്ടാക്കി അത് പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്, ഒരു ഉദ്യമമാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് നടത്താൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഏകദേശം 470ഓളം രോഗികളുള്ള ഒരു പഞ്ചായത്തിൽ പരിരക്ഷയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 470ഓളം ആളുകളുണ്ട്. 3 വില്ലേജുകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഭൂപ്രദേശം, 85,000ഓളം ജനസംഖ്യയുള്ള ഒരു ഭൂപ്രദേശം. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള അവർക്ക് ആവശ്യമായ ചേർത്തുപിടിക്കലാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നൽകുന്ന ഓരോ ചില്ലിക്കാശും ഇത് ഗ്രാമപഞ്ചായത്ത് സമാഹരിച്ചുകൊണ്ട് നിങ്ങളുടെ ഉല്ലാസവും അതോടൊപ്പം തന്നെ ആസ്വാദനവും ഇതിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഒരു വനത്തിലൂടെ കയറുന്ന പ്രതീതിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാർണിവലിൽ വിവിധ റൈഡുകൾ പങ്കെടുക്കുകയും അത് പങ്കെടുത്തതിന് ശേഷം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന കലാകാരന്മാരുടെ നല്ല ഉജ്ജ്വലമായ ഗാനമേളകളൊക്കെ സംഘടിപ്പിച്ച് നിങ്ങൾ നൽകുന്ന പണത്തിന് പൂർണ്ണമായ മൂല്യം ഉറപ്പു നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് നടക്കുന്ന ഈ ഉദ്യമം പാവപ്പെട്ട രോഗികളെ ചേർത്ത് പിടിക്കാനാണ്. നിങ്ങളുടെ ഉദാരമായ സഹായ സഹകരണത്തോടുകൂടി നമുക്ക് കേരളത്തിന് മാതൃകയായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മോഡൽ എന്ന് നമുക്ക് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.